മലമ്പുഴ മണ്ഡലം ശ്രദ്ധേയമാകുന്നത് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുകൂടിയാണ്. മലമ്പുഴ മണ്ഡലത്തിൽ 4ാം തവണയും വിജയം പ്രതീക്ഷിച്ച് LDF സ്ഥാനാർത്ഥിയായി വി.എസ്. അച്യുതാനന്ദൻ എത്തുമ്പോൾ ഒറ്റത്തവണ പോലും LDFനെ കൈവിടാത്ത മണ്ഡലം എന്നുള്ളൊരു പ്രത്യേകതയും മലമ്പുഴയ്ക്കുണ്ട്. എന്നാൽ മലമ്പുഴ മണ്ഡലത്തിൽ വലിയ ശക്തിയായി മാറാനായിട്ടുള്ള സാധ്യതയായി BJPയും രംഗത്തുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനും BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. മാത്രമല്ല BJP പാലക്കാട് മണ്ഡലത്തിൽ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VS ജോയ് എന്ന് പറയുന്ന KSU നേതാവാണ്. VS ജോയും ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. മലമ്പുഴ മണ്ഡലം VS അച്യുതാനന്ദൻ 4ാം തവണ വിജയിക്കുകയാണെങ്കിൽ അത് വലിയ ചരിത്രം തന്നെയാകും. ഇതുവരെ LDFനെ കൈവിടാത്ത മലമ്പുഴ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കേരളത്തിൻ ഭാവി കാണുവാൻ എത്തിയല്ലോ കാലം. ഭൂരിപക്ഷ വിജയം നേടുവാൻ തെരഞ്ഞെടുപ്പ് കാലം. നാടിൻ രക്ഷ കാത്തിടുവാൻ ചെയ്തിടണം വോട്ട്. രക്ഷകരായി കൂടെയുള്ള ഇടതുപക്ഷ വോട്ട്. ഞാനിവിടെ എത്തിയത് നിങ്ങളെ കാണാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിന് അസംബ്ലി വഴി പരിഹാരം കാണേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ, ഗവൺമെൻറ്റിനെ കൊണ്ട് പരിഹാരം കാണേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അടിയന്തിരമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും രണ്ടാമത്തെ കാര്യം തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് മെയ് മാസം 16-ാം തീയതി നടക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. 3 പ്രാവശ്യം ഞാനിവിടെ നിന്ന് മത്സരിച്ചു. ഓരോ പ്രാവശ്യവും എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ പ്രോത്സാഹജനകമായി ഓരോ ടേമിലും ആയിരക്കണക്കിന് വോട്ട് എനിക്ക് കൂടുതൽ നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിട്ടും 1 പ്രാവശ്യം കേരള മുഖ്യമന്ത്രിയായിട്ടും എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തയക്കുകയുണ്ടായി. കരയുന്ന കുഞ്ഞിൻ്റെ കാതിൽ മുഴങ്ങുന്ന അമ്മതൻ താരാട്ടുപാട്ടല്ല വിപ്ലവം. തമ്പുരാൻ നിരടിയാൽ തലയറ്റു വീഴുന്ന ചെമ്പകപ്പൂവിലെ പുഴുവല്ല വിപ്ലവം. ചുറ്റിക പിടിയിലെ ചുരിയാണു വിപ്ലവം. അരിവാളി തുമ്പിലെ തീയാണു വിപ്ലവം. ഞങ്ങളെ നെഞ്ചിലെ ചുടുചോര വിപ്ലവം. നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ AK ആൻ്റണിയുടെയും എല്ലാം തന്നെ ദുർഭരണത്തിനെതിരായി ജനങ്ങളുടെ അവശതകളും ആവശ്യങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതെല്ലാം അസംബ്ലി പറയുകയും അതിന് പരിഹാരമുണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ അവരുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഞാൻ ചെയ്തു വന്നിട്ടുള്ളത്. അത് അവരിൽ ചിലർക്ക് സ്വൈര്യത തന്നെ നശിക്കുകയാണ്. ഇപ്പം തന്നെ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഈ 5ാമത്തെ കൊല്ലം തീരാൻ പോവുകയാണ്. 2-3 മാസം, 1 മാസമേ ഉള്ളൂ കഷ്ടിക്ക്. അദ്ദേഹം 31 അഴിമതി കേസിലെ പ്രതിയാണ്. ആര്? ഉമ്മൻചാണ്ടി. ഞാനതെല്ലാം എണ്ണി പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരാളായാണ് മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രിയെപ്പോലെ അഴിമതി രാജാവായിട്ട് ഉള്ള നിലയിൽ ഇരിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ദ്രോഹമാണ്. ജനങ്ങളുടെ സ്വത്താണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. ഇഷ്ടമുള്ള ആളുകൾക്ക് പിന്നെ സ്ഥലം
മെത്രാങ്കായൽ എന്ന് പറയുന്ന സ്ഥലം 3700 ചില്ലുവാനം ഏക്കർ വരുന്ന സ്ഥലം തുച്ഛമായ വിലയ്ക്ക് ഇഷ്ടക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കടമക്കുടി കായൽ, വൈക്കം കായൽ, ഇതുപോലുള്ള നിരവധി കായലുകൾ സർക്കാരിന് നിയന്ത്രണമുള്ള സ്ഥലങ്ങൾ സ്വന്തക്കാർക്ക് ചുമ്മാ പതിച്ചു കൊടുക്കുക എന്നുള്ള നിലപാടാണ് എടുത്തത്. അതേപോലെ തന്നെ മദ്യം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബാർക്കോഴ, സോളാർ കോഴ, പാമോയിൽ കോഴ, പാറ്റൂർ കോഴ എന്നിങ്ങനെ നിരവധി കോഴക്കേസുകളിൽ അയാൾ പ്രതിയാണ്. ആര്? മുഖ്യൻ, മന്ത്രി മുഖ്യൻ. അതെല്ലാം ഞാൻ എണ്ണി പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ശരിയല്ല. അഴിമതി രാജാവായിട്ട് വാഴാനല്ല ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത്. ഇത് അവസാനിപ്പിക്കണം. ജനങ്ങളെ ദ്രോഹിക്കുന്ന, ജനങ്ങളുടെ സ്വത്ത് പാവപ്പെട്ടവർക്ക് കയറിക്കിടക്കാൻ 2 സെൻറ്റോ 3 സെൻറ്റോ ഭൂമിയില്ലാത്തത് മൂലം അടകുടിയാന്മാരായിട്ട് അവർ കഴിയാണ്. അവർക്കൊരു 5 സെൻറ്റ് വീതം നിങ്ങൾ പതിച്ചു കൊടുക്കുന്നതിന് പകരം അവരുടെ ഭൂമി, കേരളത്തിലെ ആ പാവപ്പെട്ടവരുടെ ഭൂമി, പാവപ്പെട്ടവരുടെ നിലങ്ങൾ, പുരയിടങ്ങൾ എല്ലാം തന്നെ വൻകിടക്കാർക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് വിമർശിക്കുന്നത് അയാൾക്ക് കേട്ടിരിക്കാൻ വല്ലാത്ത വിഷമം. കോടതിയിൽ പോയി എനിക്കെതിരായിട്ട് 31 കേസാണ് എനിക്കെതിരായിട്ട് VS അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പോലീസ് തന്നെ, മുഖ്യമന്ത്രിയുടെ പോലീസ് തന്നെ എടുത്ത കേസാണിത്. 31 കേസ് കള്ളമാണെങ്കിൽ എങ്ങനെ നിങ്ങളുടെ പോലീസ് കേസെടുക്കും ചോദിച്ചു. അപ്പോൾ ആ കേസുകൾ അടിസ്ഥാനരഹിതമായ കേസാണ്. അതുകൊണ്ട് എനിക്ക് മോശത്തരമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേസ് അംഗീകരിക്കരുത് ബഹുമാനപ്പെട്ട കോടതി. എനിക്ക് 1 ലക്ഷം രൂപയ്ക്ക് നഷ്ടപരിഹാരവും എന്നെ മോശമാക്കിയതിനുള്ള കാശ് ഞാൻ കൊടുക്കണം എന്നുള്ള നിലയിലുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങളുടെ രാഷ്ട്രീയ കളിയൊന്നും ഈ കോടതി വേണ്ട, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ തള്ളിക്കളയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലയിൽ ഭരണകക്ഷിക്കാരെ ഒറ്റപ്പെടുത്തുകയും കോടതി പോലും കാണിച്ചിട്ടുള്ള കൊള്ളുകില്ലായ്മയെയും അഴിമതിയെയും ശക്തിയുമായി എതിർക്കുകയും ചെയ്യുന്ന കാലമാണ്. കേരളത്തിൻ ഭാവി കാണുവാൻ എത്തിയല്ലോ കാലം, ഭൂരിപക്ഷ വിജയം നേടുവാൻ തെരഞ്ഞെടുപ്പ് കാലം. നാടിൻ്റെ രക്ഷ കാത്തിടുവാൻ ചെയ്തിടണം വോട്ട്, രക്ഷകരായി കൂടെയുള്ള ഇടതുപക്ഷ വോട്ട്. ഈ 16-ാം തീയതി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തകന്മാർ ഒരു ഗവൺമെൻറ് പുതുതായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേതായിട്ട് മുമ്പെല്ലാം ഉണ്ടായതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുകയാണ്. മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഞാൻ അതിനൊരു സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. നിങ്ങളെ എല്ലാ പേരുടെയും വോട്ടുകൾ എനിക്ക് 16-ാം തീയതി രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ പോയി ചുറ്റിയേരുവാൾ നക്ഷത്ര ചിഹ്നത്തിൻ്റെ നേരെ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച് ഈ കള്ളത്തരം കാണിക്കുന്ന ഉമ്മൻചാണ്ടിയെയും കൂട്ടരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്, നമ്മുടേതായിട്ടുള്ളൊരു ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ഉത്സാഹിക്കണമെന്ന് മാത്രം നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ, അഭിവാദനങ്ങൾ, അഭിവാദനങ്ങൾ. കരയുന്ന കുഞ്ഞിന്റെ കാതിൽ മുഴങ്ങുന്ന അമ്മതൻ താരാട്ടുപാട്ടല്ല വിപ്ലവം. തമ്പുരാൻ ഞെരടിയാൽ തലയറ്റു വീഴുന്ന ചെമ്പകപ്പൂവിലെ പുഴുവല്ല വിപ്ലവം. ചുറ്റിക പിടിയിലെ ചുരിയാണു വിപ്ലവം, അരിവാളി തുമ്പിലെ തീയാണു വിപ്ലവം, ഞങ്ങളെ നെഞ്ചിലെ ചുടുചോര വിപ്ലവം. കേരളമാകെ
അഭിമാനിക്കാൻ പുതിയൊരു ഭരണം വേണം. അഴിമതിയുടെ കറ പുരളാത്തൊരു കൈക്കൊണ്ടീ നാടിന് മോക്ഷം. അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാടിൻമുടി പുതിയൊരു മാറ്റം. മലമ്പുഴ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും മണ്ഡലത്തിലെ വിജയപ്രതീക്ഷയെക്കുറിച്ചും ചോദിക്കാം. എന്താണ് നിങ്ങളുടെ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ, ഇത്ര ദിവസത്തെ പ്രചാരണം? ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ മുന്നിലാണ്. ഞങ്ങൾ 5ാം ഘട്ടത്തിലേക്ക് കടന്ന സമയത്തും എതിർ സ്ഥാനാർത്ഥികൾ ഇന്നും പ്രചരണ രംഗത്ത് ഞങ്ങളോടൊപ്പം അടുത്തുപോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ജനങ്ങളിൽ നിന്ന് വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത നിലവിലുള്ള MLA പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദനെതിരായിട്ട് വലിയൊരു വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. ആ വികാരം ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും അനുകൂലമായി വരുന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. നമ്മൾ പ്രധാനമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഇവരൊന്നും ചെയ്യാത്ത എന്തെങ്കിലും വലിയ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? അത്ര എന്തെങ്കിലും? ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ ഏറ്റവും പ്രധാന പ്രശ്നം കുടിവെള്ളമാണ്. മലമ്പുഴ ഡാം നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിലും കുടിവെള്ളത്തിനായിട്ട് ആളുകൾ കിലോമീറ്ററുകളോളം മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. അതിന് ആ കുടിവെള്ളമാണ് ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. കേരള ജനതയ്ക്ക് അഭിമാനിക്കാൻ പുതിയൊരു ഭരണം വേണം. അഴിമതിയുടെ കറ പുരളാത്തൊരു കൈക്കൊണ്ടീ നാടിന് മോക്ഷം. അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാടിൻമുടി പുതിയൊരു മാറ്റം. ഇടതുപക്ഷം പറയുന്നത് ശക്തമായിട്ടുള്ള കോട്ടയാണ്, ഇതുവരെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അത്തരത്തിലുള്ളൊരു മണ്ഡലത്തിൽ ഏത് തരത്തിലാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ? മാരാരിക്കുളത്തെ കുറിച്ചിട്ടും VS അച്യുതാനന്ദൻ മത്സരിക്കുന്ന സമയത്ത് ഇതുതന്നെയാണ് പറഞ്ഞത്. ആലപ്പുഴയിലെ മാരാരിക്കുളവും ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു. ഇതേ മലമ്പുഴയിലെ VS 4000 വോട്ടിന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ചരിത്രവുമുണ്ട്. ഇത്തവണ VS അച്യുതാനന്ദൻ്റെ മാരാരിക്കുളം ഇവിടെ ആവർത്തിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ NDA MP BDJSും അതുപോലെ തന്നെ SNDP ഏത് തരത്തിലാണ് ശക്തി ഇവിടെ കൂടുതലായിട്ട് NDAക്ക് ശക്തി പകരുന്നത്? BJPക്ക് സംഘടനാപരമായിട്ട് ഏറ്റവും നല്ല അടിത്തറയുള്ള നിയോജക മണ്ഡലമാണ് മലമ്പുഴ. കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ വോട്ടുകൾ വളരെ ക്രമാതീതമായിട്ട് വളരെയേറെ വർദ്ധിപ്പിച്ച നിയോജക മണ്ഡലമാണ് മലമ്പുഴ. അതുപോലെ തന്നെ SNDPക്കും BDJSനും ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനമുള്ള നിയോജക മണ്ഡലമാണ് മലമ്പുഴ. കേരള ജനതയ്ക്ക് അഭിമാനിക്കാൻ പുതിയൊരു ഭരണം വേണം. അഴിമതിയുടെ കറ പുരളാത്തൊരു കൈക്കൊണ്ടീ നാടിന് മോക്ഷം. അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാടിൻമുടി പുതിയൊരു മാറ്റം. അപ്പോൾ അതുകൊണ്ട് വലിയ ശുഭപ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിരവധി താമരകൾ വിരിയുന്ന സമയത്ത് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. കുഴപ്പമില്ല. കേരള ജനതയ്ക്ക് അഭിമാനിക്കാൻ പുതിയൊരു ഭരണം വേണം. അഴിമതിയുടെ കറ പുരളാത്തൊരു കൈക്കൊണ്ടീ നാടിന് മോക്ഷം. അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാടിൻമുടി പുതിയൊരു മാറ്റം. വസന്തം വരികയാണെന്നും വികാസം നേടിയെന്നാട് വളർന്നു ഗ്രാമനഗരങ്ങൾ. ചിരിച്ചിടുന്ന നെൽപ്പാടം പിരിച്ചിടുന്ന വെൺപാത ക്ഷണം തേടുന്നു ബഹുദൂരം. ജോലി തേടി ദൂരെ ദൂരെ അലയേണ്ടാരും യൗവനത്തുടിപ്പുമായി നവസംരംഭങ്ങൾ. വിമാനം പോൽ പായും മോഹം.
മലമ്പുഴയിലെ UDF സ്ഥാനാർത്ഥി VS ജോയാണ് നമ്മോടൊപ്പമുള്ളത്. യുവത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള VS ജോയ് പ്രചാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും മലമ്പുഴയിലെ പ്രതീക്ഷകളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കും. എന്താണ് ഇത്ര ദിവസത്തെ പ്രചാരണത്തിൽ നിന്ന് നമ്മളുടെ ഒരു പ്രതീക്ഷ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം മലമ്പുഴയാണ്. കാലാവസ്ഥ ഞങ്ങൾക്കേറെ പ്രതികൂലമാണ്. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ ഞങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമാണ്. കഴിഞ്ഞ 50 വർഷം ഇടതുമുന്നണിയെ തന്നെ വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ് മലമ്പുഴ. പക്ഷേ ഇപ്പോൾ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ഈ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള നീറുന്ന ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കന്മാരും ഒക്കെയായി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു അവസരം കൊടുക്കണം. മലമ്പുഴയിൽ ഒരു മാറ്റം ഉണ്ടാവണം, ഒരു മോചനം മലമ്പുഴയ്ക്ക് വേണമെന്ന് ജനങ്ങൾക്കിടയിൽ ശക്തമായ അഭിപ്രായമുണ്ട്. തീർച്ചയായും ആത്മവിശ്വാസത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയാണ്. ഈ മലമ്പുഴ LDFൻ്റെ ഒരു കോട്ടയാണെന്നുള്ള തരത്തിലുള്ള ഒരു പ്രചാരണങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? ഏത് തരത്തിലാണ് നമ്മുടെ ഒരു ആത്മവിശ്വാസം? തീർച്ചയായും മലമ്പുഴയിലെ ജനങ്ങൾ ഇന്നൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. 10 വർഷം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 4000 വോട്ടുകൾക്കാണ് സതീശൻ പാച്ചേനിയോട് പ്രിയപ്പെട്ട VS അന്ന് വിജയിച്ചത്. തീർച്ചയായും വലിയ വ്യത്യാസമില്ല. കഴിഞ്ഞ 2 തവണ തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടാൻ കാരണം അന്നുണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല, അദ്ദേഹത്തിന് തികച്ചും പ്രതികൂലമായ ഇവിടുത്തെ രാഷ്ട്രീയ അടിയൊഴുക്കുകളും സാമുദായിക അടിയൊഴുക്കുകളും ഒക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. എന്ന് മാത്രമല്ല കഴിഞ്ഞ 15 വർഷമായി ഈ മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നരകതുല്യമായ ജീവിതം നയിക്കുന്ന ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊണ്ട് ഇതിന് മറുപടി പറയും. ഐക്യ ജനാധിപത്യ മുന്നണി 100% ആത്മവിശ്വാസത്തിലാണ്. വോട്ട് ചോദിക്കുമ്പോൾ 90% ആളുകളും ഞങ്ങളോട് പറയുന്നത് മലമ്പുഴയിലൊരു മാറ്റം വേണമെന്നതാണ്. ആ മാറ്റത്തിന് വേണ്ടിയുള്ള മലമ്പുഴയുടെ ദാഹം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരും. ഞങ്ങൾ വിജയിക്കും. 100% ഒരു അട്ടിമറി വിജയമോടുണ്ടാവും. വസന്തം വരികയാണെന്നും വികാസം നേടിയെന്നാട് വളർന്നു ഗ്രാമനഗരങ്ങൾ ചിരിച്ചിടുന്ന നെൽപ്പാടം പിരിച്ചിടുന്ന വെൺപാത ക്ഷണം തേടുന്നു ബഹുദൂരം ജോലി തേടി ദൂരെ ദൂരെ അലയേണ്ടാരും യൗവനത്തുടിപ്പുമായി നവസംരംഭങ്ങൾ വിമാനം പോൽ പായും മോഹം. BJPയും സഖ്യം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ ബാധിക്കുന്നു? അത് UDFനെ ബാധിക്കില്ല. അതൊരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ബാധിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നില ഭദ്രമായിരിക്കും. വളരെ കൂടുതൽ വോട്ടുകൾ കൂടുതലായിട്ടുണ്ടെന്നും പാലക്കാട് നഗരസഭ ഉൾപ്പെടെ മലമ്പുഴയിൽ വലിയ ശക്തിയായിട്ട് വരുന്നത് അതെന്തെങ്കിലും അല്ല, BJP എന്ന് പറയുന്ന സംഘടനയുടെ 157 ബൂത്തിൽ 50 ബൂത്തിൽ മാത്രമേ BJPയുടെ നിറസാന്നിധ്യമുള്ളൂ. മറ്റ് ബഹുഭൂരിപക്ഷം വരുന്ന 3-1 ബൂത്തിൽ മാത്രമേ BJPയുടെ സാന്നിധ്യമുള്ളൂ. BJPക്ക് പ്രവർത്തകരുമില്ല, ബൂത്ത് കമ്മിറ്റിയുമില്ല, വർക്കേഴ്സുമില്ല. ആദ്യം വന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഫ്ലെക്സും ബോർഡും ബാനറും കണ്ണായ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വെച്ച് അന്ന് ഒരു പ്രചരണ രംഗത്തൊരു മുൻതൂക്കം ഉണ്ടായി എന്നല്ലാതെ പ്രചരണ രംഗം ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും പ്രവർത്തകരുടെ അഭാവം കാരണം, സംഘടനാ മെഷീനറിയുടെ അഭാവം കാരണം BJP ചിത്രത്തിൽ നിന്ന് ഔട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 3-ാം സ്ഥാനത്ത് BJP വരും. ഒരു 50 ബൂത്തിൽ മാത്രമേ BJP ഉള്ളൂ. 100 ബൂത്തുകളിൽ BJPയുടെ സാന്നിധ്യമില്ല. മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ്. 3-ാം സ്ഥാനം നിലഭദ്രമാക്കിയാണ് BJP മുന്നണി. വസന്തം വരികയാണെന്നും വികാസം നേടിയെന്നാട് വളർന്നു ഗ്രാമനഗരങ്ങൾ ചിരിച്ചിടുന്ന നെൽപ്പാടം പിരിച്ചിടുന്ന വെൺപാത ക്ഷണം തേടുന്നു ബഹുദൂരം ജോലി തേടി ദൂരെ ദൂരെ അലയേണ്ടാരും യൗവനത്തുടിപ്പുമായി നവസംരംഭങ്ങൾ വിമാനം പോൽ പായും മോഹം. മലത്തിലെ VSന്റെ ഒരു അഭാവം വല്ലാതെ പറയുന്നത് തീർച്ചയായും അത്തരത്തിൽ ഏത് പുതിയ തരത്തിലുള്ള പദ്ധതികൾ പുതിയതായിട്ടുള്ള എന്താണ് നമുക്ക് ഈ മലമ്പുഴ മണ്ഡലത്തിൽ താങ്കൾ വിജയിക്കുകയാണെങ്കിൽ വെക്കാൻ കഴിയും? അതായത് മലമ്പുഴ ഇന്ന് വരെ ഒരു MLA കണ്ടിട്ടില്ല. മലമ്പുഴ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു MLA ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു കഴിഞ്ഞാൽ ഒരു MLA എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് എന്ന് മലമ്പുഴക്കാരെ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും നീറുന്ന പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് രൂപം നൽകും. അകത്തേത്ര മേൽപ്പാലവും
മലമ്പുഴ റിംഗ് റോഡും ഉൾപ്പെടെ 25 വർഷം പഴക്കമുള്ള ഇവിടുത്തെ ജനങ്ങളുടെ അഭിലാഷമാണ്, ആവശ്യമാണ്. അത് നിറവേറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഏറ്റവും പ്രധാനം മലമ്പുഴ MLA എന്ന നിലയിൽ ഇവിടെ ഓഫീസ് തുറന്ന് ഞങ്ങളുടെ സാന്നിധ്യമുണ്ടാകും. കഴിഞ്ഞ 15 വർഷമായി ഒരു MLA കണ്ടിട്ടില്ല, MLAയുടെ ഓഫീസ് പോലും ഇല്ലാത്തൊരു മണ്ഡലമാണ്. അതുകൊണ്ട് സാന്നിധ്യം കൊണ്ട് ഈ മണ്ഡലത്തിൽ ശ്രദ്ധ ആകർഷിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രവർത്തന ശൈലി. വസന്തം വരികയാണെന്നും വികാസം നേടിയ നാട്, വളർന്നു ഗ്രാമനഗരങ്ങൾ, ചിരിച്ചിടുന്ന നെൽപ്പാടം, പിരിച്ചിടുന്ന വെൺപാത, ക്ഷണം തേടുന്നു ബഹുദൂരം. മലമ്പുഴ മണ്ഡലം രൂപീകരിച്ച് അന്നു മുതൽ LDFനെ പിന്തുണച്ച മണ്ഡലമാണ്. ആ മണ്ഡലം 4ാം തവണയും LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VS അച്യുതാനന്ദനെ പിന്തുണയ്ക്കുമോ, അതോ UDF സ്ഥാനാർത്ഥി VS ജോയിയും BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെയുമാണോ? എന്തായാലും നമ്മൾക്ക് കാത്തിരുന്ന് കാണാം.